أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لكم دينكم ولي دين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കാഫിറൂൻ്റെ 7-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതവും. ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും കേൾപ്പിച്ചു വരികയാണ്. മുശ്രിക്കീങ്ങൾ കേട്ടുകേൾവിയുടെയും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവരുടെ ആരാധനാകർമ്മങ്ങൾ നടത്തിവരുന്നത്. വിശുദ്ധ ഖുർആനിൽ ഇത് സംബന്ധമായി അള്ളാഹു പറയുന്നു: وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلَ اللَّهُ وَإِلَى الرَّسُولِ قَالُوا حَسْبُنَا مَا وَجَدْنَا عَلَيْهِ آبَاءَنَا وَلَوْ كَانَ آبَاؤُهُمْ لَا يَعْلَمُونَ شَيْئًا وَلَا يَهْتَدُونَ. അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും പ്രവാചകൻ കൊണ്ടുവന്നതിലേക്കും നിങ്ങൾ വരിക എന്ന് പറയപ്പെടുമ്പോൾ കാഫിരീങ്ങൾ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നും ലഭിച്ചത് തന്നെ മതിയായതാണ്. അവരുടെ പിതാക്കന്മാർ യാതൊരു അറിവും ഇല്ലാതെയും നേർമാർഗം ലഭിക്കാത്ത അവസ്ഥയിലും ഇത്തരത്തിലുള്ള ആരാധനാരീതികൾ അവലംബിച്ചതാണെങ്കിലും അവർ അതിനെ പിന്തുടരുന്നവരാണോ? കൂടാതെ ഒരിക്കലും ഒരു മുസ്ലിം കാഫിരീങ്ങളുടെ ആരാധനാരീതികൾ പിന്തുടരുകയില്ല. കാരണം അവരുടെ ആരാധനാരീതികൾ കേവലം ഊഹങ്ങളിൽ അധിഷ്ഠിതമാണ്, അല്ലാതെ യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അവർ പറയുന്നു, ആരാധന നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ദേവീദേവന്മാർ കോപിക്കുന്നതാണ്. മനുഷ്യൻ തൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് കല്ലിൽ കൊത്തിയുണ്ടാക്കുന്ന ബിംബങ്ങൾ എപ്രകാരമാണ് അവരുടെ മേൽ കോപമിറക്കുക? ജമാഅത്തിൻ്റെ ആദ്യ ഖലീഫയായിരുന്ന മൗലവി ഹക്കീം നൂറുദ്ദീൻ സാഹിബ് കശ്മീരിലെ മഹാരാജാവിൻ്റെ പ്രത്യേക വൈദ്യനായിരുന്നു. മഹാരാജാവ് അദ്ദേഹത്തോട് ഒരിക്കൽ പറയുകയുണ്ടായി, താങ്കൾ അധികമൊന്നും ചെയ്തില്ലെങ്കിലും കാളീദേവിയെ പൂജിക്കണം, അല്ലാത്ത പക്ഷം അവരുടെ കോപമിറങ്ങും. ഖലീഫ അവൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാളീദേവിക്ക് നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് കേട്ട് അല്പം ആലോചിച്ച ശേഷം മഹാരാജാവ് സ്വയം പറഞ്ഞു, ശരിയാണ്, ആരാണോ ആ ദേവിയുടെ ആധിപത്യത്തെ അംഗീകരിക്കുന്നത് അവർക്ക് മുകളിൽ മാത്രമേ ദേവിക്ക് കോപിക്കാൻ കഴിയുകയുള്ളൂ. താങ്കൾ കാളീദേവിയെ അംഗീകരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമുണ്ടാവുകയില്ല. മക്ക വിജയവേളയിൽ അബൂ സുഫിയാൻ്റെ ഭാര്യയായ ഹിന്ദ തിരിച്ചറിയപ്പെടാത്ത നിലയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ബൈഅത്ത് ചെയ്യുകയായിരുന്നു. നിങ്ങൾ ശിർക്ക് ചെയ്യുകയില്ലെന്ന് വാഗ്ദാനം ചെയ്യണമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഹിന്ദ വളരെ ആവേശത്തോടെ പറഞ്ഞു, താങ്കൾക്ക് അള്ളാഹു വിജയം നൽകുകയും ഞങ്ങൾ പരാജിതരും നിന്ദിതരും ആയിത്തീരുകയും ചെയ്തിരിക്കെ ബിംബങ്ങളിൽ യാതൊരു ശക്തിയുമില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എങ്ങനെ സംശയമുണ്ടാകാനാണ്? ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സ്നേഹനിധിയായ ഒരു ദൈവത്തെയാണ്. അവൻ തൻ്റെ ദാസരുടെ ദുആകൾ കേൾക്കുകയും അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുന്നു. അള്ളാഹു പറയുന്നു, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫുസ് സൂഅ. പ്രയാസത്തിൽ അകപ്പെടുന്നവൻ വിളിക്കുമ്പോൾ അവൻ്റെ വിളിക്കുത്തരം നൽകുന്നതും അവനെ പ്രയാസത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്നവൻ ആരാണ്? അതായത് അങ്ങനെ ഒരു അസ്തിത്വം അത് അള്ളാഹു മാത്രമാണ്. വീണ്ടും പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. എൻ്റെ ദാസൻ എന്നെക്കുറിച്ച് നിന്നോട് ചോദിക്കുമ്പോൾ നീ പറയുക, അവൻ അടുത്തു തന്നെയുണ്ട്, എന്നെ വിളിക്കുന്നവരുടെ വിളി ഞാൻ കേൾക്കുന്നു. ഇതിന് വിപരീതമായി മുശ്രിക്കീങ്ങളുടെ ബിംബങ്ങളാകട്ടെ, അവർ തങ്ങളെ ആരാധിക്കുന്നവരുടെ ദുആകൾ കേൾക്കുകയോ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുകയോ ചെയ്യുന്നില്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവത്തിൻ്റെ ഗുണങ്ങളിലൂടെ ഓരോ വിശ്വാസിക്കും ആ ദൈവത്തിലേക്ക് ഓടിയെടുക്കുന്നതിനുള്ള ഒരാവേശം ജനിക്കുന്നു. ചുരുക്കത്തിൽ ബുദ്ധിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങളുടെ ആരാധനാകർമ്മങ്ങളുള്ളത്.
എന്നാൽ കാഫിരീങ്ങളുടെ ആരാധനാകർമ്മങ്ങൾ കേവലം ഊഹാപോഹങ്ങളിൽ അധിഷ്ഠിതമാണ്. അങ്ങനെയിരിക്കെ രണ്ടുപേരും എപ്രകാരമാണ് അവരുടെ ആരാധനാകർമ്മങ്ങളിൽ ഐക്യപ്പെടുന്നത്? ദീൻ എന്ന പദത്തിൻ്റെ അനുസരണമെന്ന അർത്ഥത്തെ ആണ് നാം ഇതുവരെ വിശകലനം ചെയ്തത്. ദീൻ എന്ന പദത്തിൻ്റെ മറ്റൊരർത്ഥം അസുൽത്താൻ വൽ മുൽക്ക് വൽ ഹുക്കും, അതായത് തെളിവ്, ആധിപത്യം, ഭരണാധികാരം എന്നിവയാണ്. ഈ അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നതിൻ്റെ വിവക്ഷ, അല്ലയോ അവിശ്വാസികളെ, നിങ്ങളുടെ ആരാധനാ രീതികളിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുന്നതിന് നിങ്ങൾക്കുള്ള തെളിവുകളും തൗഹീദിലേക്കും അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്കും ലോകത്തെ ക്ഷണിക്കുന്നതിന് ഞങ്ങളുടെ തെളിവുകളും വ്യത്യസ്തമാണ്. നിങ്ങളുടെ ആധിപത്യത്തിൻ്റെ ഫലം ഒന്നും ഞങ്ങളുടെ ആധിപത്യത്തിൻ്റെ ഫലം മറ്റൊന്നുമാണ്. നിങ്ങളുടെ ഭരണത്തിൻ്റെ രീതിയും എൻ്റെ ഭരണത്തിൻ്റെ രീതിയും ഭരണാധികാരത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെയിരിക്കെ എപ്രകാരമാണ് നിങ്ങളും ഞങ്ങളും ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഐക്യപ്പെടുക? ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസുകളിൽ വിവരിക്കുന്നതാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.